Hello, Talasheri. Please stand by for a musical extravaganza by Prajin C. Kannan. Yeah, Prajin. Ready. അപ്പൊ ഒരു നാലൊരു പാടാം. ഓക്കെ. ായിട്ടുള്ളൊരു മധുരമിടാ ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദന. ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാ ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു പോരെ സർ, മതി, ബാക്കി പിന്നെ പാടാം. അപ്പൊ നമുക്ക് ഇറങ്ങാം മക്കളെ. അപ്പൊ നമുക്ക് ഇവരെല്ലാം വളരെ നമ്മുടെ ഈ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരുപാട് പഴക്കം ചെന്ന സ്റ്റേഡിയമാണ്. ഒരുപാട് മത്സരങ്ങൾ, പ്രധാനപ്പെട്ട ഒരുപാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ നമസ്കാരം മാം. സന്തോഷം. നല്ലൊരു ടീച്ചറിന്റെ ഫുൾ നെയിം എങ്ങനെയാ? ഫുൾ നെയിം എങ്ങനെയാ? KM ജമുന റാണി. ടീച്ചർ ഈ സ്റ്റേഡിയത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു. വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്റ്റേഡിയമാണ്. ധാരാളം കലാകായിക പരിപാടികൾ നടത്തി. അതായത് തലശ്ശേരിയുടെ ഒരു അഭിമാനമാണ് തലശ്ശേരി സ്റ്റേഡിയം എന്നുള്ളത്. ടീച്ചറിന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാ? ബാക്ക്ഗ്രൗണ്ട് ഞാൻ അധ്യാപികയായിരുന്നു എന്ന് മനസ്സിലായി. അല്ലെങ്കിൽ ഇവരെല്ലാം ഇങ്ങനെ ടീച്ചറിനെ വിളിക്കില്ലല്ലോ. അപ്പം അധ്യാപികയായിരുന്നു. എവിടെയായിരുന്നു? ഇപ്പൊ പാനൂർ മുനിസിപ്പാലിറ്റിയുള്ള ഒരു സ്ഥലമാണ് കിടഞ്ഞി എന്ന് പറയും. അവിടെയായിരുന്നു. അപ്പൊ അധ്യാപനം വിട്ടോ? കഴിഞ്ഞ റിട്ടയർമെന്റ് കഴിഞ്ഞതിന് ശേഷമാണ് രാഷ്ട്രീയം മാറ്റാൻ തുടങ്ങിയല്ലേ? ഓക്കെ, നന്നായി. ടീച്ചറെ, ഇപ്പൊ ടീച്ചർമാർക്ക് ഏറ്റവും വലിയ ജോലി വന്നിരിക്കുന്നു. കാരണം ഈ കുട്ടികൾക്കാണല്ലോ ഇതിന്റെ ഏറ്റവും വലിയ അപകടം വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് ടീച്ചറിന്റെ അഭിപ്രായം? മയക്കുമരുന്ന് വ്യാപനം കുറച്ച് കൂടുതലാണ്. നമ്മളൊരു 12 ജില്ല കടന്നു. 12 ജില്ല കടന്ന് നമ്മളൊന്ന് ഞെട്ടിയിരിക്കുക. നമ്മൾ കണ്ടതേ അല്ല സത്യം. ഇപ്പൊ ശരിക്കും പറഞ്ഞാല് നമ്മള് ഒരു സമൂഹം എന്ന് പറയുന്നത് വാർത്തെടുക്കുന്നതിൽ ഒരുപാട് പ്രതിബദ്ധതയുണ്ട് എല്ലാ ആളുകൾക്കും, അധ്യാപകർക്കും ഉണ്ട്. പക്ഷെ ഒരുപക്ഷെ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് അധ്യാപകരുടെ കയ്യിൽ നിന്ന് വടി എന്ന് താഴെ പോയോ അന്ന് മുതൽ തുടങ്ങി വടിയെടുക്കണം നിർബന്ധമായിട്ട്. നമ്മൾ നല്ലതും ചീത്തയും തിരിച്ചറിയുന്ന ഒരു പ്രായത്തില് നന്മയിലേക്ക് നമ്മൾ നയിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു അല്പം നമ്മൾ ഒരു കൺട്രോൾ വേണം. ടീച്ചർക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും വടിയെടുക്കാൻ പറ്റിയിരുന്നോ നേരത്തെ? ഞാൻ നന്നായിട്ട് വടിയെടുത്തു. കുറച്ച് പരാതികളും വന്നിട്ടുണ്ട് അധ്യാപന. അപ്പൊ അത് നിർബന്ധമായിട്ടും പാലിക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ്. ഇതിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ടീച്ചറിന്റെ സ്റ്റുഡൻസ് ആരെങ്കിലും കാണും, അന്ന് കൊണ്ട് അടിയുടെ ഗുണം കൊണ്ട് നേരെ അവര് കാണും. കല്യാണത്തിന് പോയപ്പോ പറയുകയും ചെയ്തു അന്ന് കിട്ടിയ അടി. പക്ഷെ ഇന്ന് ആലോചിക്കുമ്പോ അതൊരു നല്ല കാര്യമായിട്ട് തോന്നുകയാണ്. അടിയോട്ട് മാത്രം നേരെ ഈ നാട്ടിലുണ്ട്. അല്ല, അടി നേരെ ഉപയോഗിക്കുന്ന ഒരാൾ ഞാൻ. നല്ല കാര്യം. ഈ നമ്മുടെ ഈ തലശ്ശേരി മുനിസിപ്പൽ അതിർത്തിയില് എങ്ങനെയാണ് ഇതിന്റെ ഒരു സംഭവം? തലശ്ശേരി എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതലായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പല റിപ്പോർട്ടുകളിലൂടെയും കിട്ടുന്നുണ്ട്. പക്ഷേ അതെ, എല്ലായിടത്തും തലശ്ശേരിയിൽ മാത്രമല്ല. പക്ഷെ എവിടെയാ കുറവെന്ന് മാത്രമേ നമ്മൾ അന്വേഷിക്കുന്നുള്ളൂ. അപ്പൊ ഒരുപക്ഷെ നമ്മള് ചെറിയൊരു അശ്രദ്ധ കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു കടന്നുകയറ്റം അറിഞ്ഞില്ല. ഒരുപാട് കയറിപ്പോയി. നമ്മള് തലമുറയെ രക്ഷിക്കണമെങ്കിൽ ഇതുപോലെ തന്നെ പ്രമുഖ മാധ്യമങ്ങളും പത്രങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ ആളുകളും. ടീച്ചറെ, നമ്മളിനി വിശ്രമിക്കാൻ പാടില്ല. അവസാനത്തെ വേരും പറിച്ചെടുത്തിട്ട് അതെ, അത്തരത്തിലുള്ള ഒരു ജനകീയ ക്യാമ്പയിൻ തന്നെ നമ്മൾ ആരംഭിക്കേണ്ടതും അത് അതിന് വേണ്ടുന്ന എല്ലാ പ്രതിജ്ഞാബദ്ധതയോടുകൂടി തന്നെ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും, അതായത് കുഞ്ഞുമക്കൾ മുതൽ വലിയ ആളുകൾ വരെ ടീച്ചറെ ഞങ്ങൾ കോഴിക്കോടേക്ക് ക്ഷണിക്കുന്നു. 20-ാം തീയതി നമ്മൾ 1,00,000 പേരുടെ റാലി സംഘടിപ്പിച്ച് ഇത് വിതരണം ചെയ്യുന്ന ആൾക്കാരല്ലേ, അവന്മാരെ ഒന്ന് ഞെട്ടിക്കും നമ്മള്. അപ്പൊ ടീച്ചർ അങ്ങോട്ട് വരാം വൈകിട്ട് 4 മണിക്ക്. ഒരു സമ്മാനം കാഴ്ച പരിമിതികളാണ്. ഓ, അത് ശരി. കൺമണി എന്ന് പറഞ്ഞ ന്യൂസ്, ഒന്ന് പറഞ്ഞേ. കൺമണി എന്ന് പറഞ്ഞൊരു ബുക്കൊക്കെ ഉണ്ടായിരുന്നു ഇവളുടെ പേരില്. കോമഡി ഉത്സവത്തിൽ ഡാൻസ് ഒക്കെ ചെയ്തിരുന്നു. കാഴ്ച കേൾവി സംസാരമൊന്നും ഇല്ലാതെ നമ്മുടെ ജില്ലാ സമ്മേളനത്തിലേക്ക് വന്നിരുന്നു അല്ലേ? അന്ന് സാർ ഇതുപോലെ ഒരു സമ്മാനം. ഈ പടം കൊള്ളാം. വളരെ സന്തോഷം. 2 വാക്ക് സൈൻ ലാംഗ്വേജ് പറയാനൊന്ന്. Good morning, everybody. I am Krishna Anand. I am totally deaf blind. ഞാൻ പൂർണ്ണമായും കാഴ്ചയും കേൾവിയും സംസാരമില്ലാത്ത ആളാണ്. പക്ഷേ
ഞാൻ എൻ്റെ ജീവിതമാണ് എൻ്റെ ലഹരി. ഞാനത് ആസ്വദിക്കുന്നു. ഐ ലവ് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തെ ഞാൻ സ്നേഹിക്കുന്നു. പക്ഷേ ഈ ലഹരി ഉപയോഗിച്ചുള്ള യങ്സ്റ്റേഴ്സിനെ, യുവതലമുറയെ കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നുകയാണ്. അവർ ലഹരി ഉപയോഗിച്ച് സ്വയം കാഴ്ചയും കേൾവിയും ഇല്ലാത്തവരാകുകയാണ്. ഈ പ്രോഗ്രാമിന് എൻ്റെ എല്ലാ വിജയാശംസകളും നേരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഓ, മാത്രമല്ല മോള് പറഞ്ഞൊരു കാര്യം, ലഹരി ഉപയോഗിച്ച് കാഴ്ചയും കേൾവിയും സ്വയം ഇല്ലാതാക്കണം അവര്. അത് വളരെ ഓക്കെ മോളെ, ഭയങ്കരമായ ഒരു സന്ദേശമാണ് മോള് പറഞ്ഞത്. ഓക്കെ, അത് ഒഴിവാക്കണം അല്ലേ? ഓക്കെ, താങ്ക് യു മോളെ, താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. അപ്പൊ ആ മോള് പറഞ്ഞത് ആൾക്കാർ കേൾക്കട്ടെ. ഓക്കെ, താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. യാ ഓക്കെ. അപ്പോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കായിക ലഹരി എന്നുള്ള മെസ്സേജ് ആണല്ലോ വളരെ പ്രധാനം. അതുകൊണ്ടാണ് നമ്മുടെ ഈ സ്റ്റേഡിയത്തെ വൈബ് നിലനിർത്തുന്നതും ഒരുപാട് പേര് വ്യത്യസ്ത മേഖലകളിലുള്ളവര് തലശ്ശേരി സ്റ്റേഡിയത്തിൽ എത്തുന്നതും ആ കായിക ലഹരി എന്ന ഒരു മെസ്സേജ്. പേര് പറഞ്ഞില്ല. ജമീല. എന്താ ചെയ്യുന്നത്? അതെ, സാറിന്റെ ഭയങ്കര ആരാധിക. അയ്യോ, ഒന്ന് നേരിട്ട് കാണട്ടെ. എന്താ മോളുടെ പേര്? മോളെ സ്കൂളിൽ പഠിക്കാണോ? ഏത് സ്കൂളില്? എന്തിനു പഠിക്കുക? പിടിക്ക് കുട്ടി അറിഞ്ഞോ? കാര്യങ്ങളൊക്കെ അറിഞ്ഞോ? നമ്മുടെ കുട്ടികൾക്കിടയിലേക്കുള്ള ഈ ലഹരി സ്വാധീനം അത് ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയ യാത്രയായത്. ഓക്കെ, ഇവിടെ താമസിക്കുന്ന യാത്രയ്ക്ക് എല്ലാ അഭിവാദ്യങ്ങളും. കോഴിക്കോടേക്ക് വരുമോ? ഞാൻ പെരുങ്ങത്തിൽ രാവിലെ 6 മണിന്റെ ബസ്സിന് വന്നേ. 6 മണിക്ക് അത് അതേ ബസ്സിൽ കോഴിക്കോട് ഓക്കെ. ഓക്കെ, ഞായറാഴ്ച കാണണം ചെയ്തിട്ട് ആഗ്രഹിച്ചത് ഇതാക്കണ്ട്. എപ്പോഴും എല്ലാ പരിപാടി കാണലുണ്ട്. താങ്ക് യു.